പൊടിയാ പോലീസ്. ബേബിച്ചായ നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോർട്ട് വന്ന പോലീസല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കക്ഷി എവിടെ? മുറിക്കകത്തുണ്ട്, വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രഷറിന്റെ ആണോ ആവോ? പ്രായത്തിന്റെയാ. വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരെന്ന് എണ്ണി പഠിക്കാണോ? എടി എന്നെ അങ്ങോട്ട് തള്ളാൻ. ഇത് ചീമൊട്ടയല്ല, പൂവായ 1000ന്റെ കെട്ട്. കണ്ടിട്ട് ഡീസന്റ് അല്ലേ? ഓവേ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ബാങ്കുകാർക്ക് സംശയം തോന്നി കാണും. ബേബിച്ച എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ജോൺ സാമുവൽ അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തതേ ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല സാറേ. അങ്ങേരിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഓടി വന്ന് കണ്ടമാനം കാശ് വലിക്കുന്ന ടൈപ്പല്ല. ഇതേതോ തട്ടിപ്പുകാരനാ. കൊന്നു തള്ളും ഞാൻ അവനെ. മേലും കീഴും നോക്കാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിങ്ങനെ കണ്ണി കണ്ടവൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ തോക്ക്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കും. സർ പ്ലീസ്, വന്നത് തട്ടിപ്പേരാണെങ്കിലും നമുക്ക് വഴിയുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസാ? അതെന്തിനു പോലീസ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടല്ല, പിന്നെ കറൻസിക്ക് എസ്കോർട്ട് വന്നതാ. പാർട്ടീസ് എവിടെ? അകത്തുണ്ട്. ഇപ്പ താൻ എന്താടോ ഇപ്പ ഒരുമാതിരി പൊന്ന് കളഞ്ഞുപോയ ജൂവലറിക്കാരന്റെ മാതിരി? തനിക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ ഡാർലിംഗ്? ഇയാൾക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ, അറിയാത്ത പിള്ളിക്ക് അറിയുമ്പോ ചൊറിയും. ഡാർലിംഗ്, തനിക്ക് എന്നാ പറ്റിയോടോ കോപ്പേ? നമ്മൾ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് ഈ പനപ്പാപ്പന് തീരെ പിടിച്ചിട്ടില്ല സർ. ഈ പനപ്പാപ്പൻ നിന്റെ അമ്മ. ഈ പനത് എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ റൂബി? 40-40 കൊല്ലമായിട്ട് സ്വന്തം പോലെ കൊണ്ടു നടന്ന അക്കൗണ്ട് അല്ലയോ ഈപ്പച്ചോ? തക്കതായ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ആ അക്കൗണ്ട് പിൻവലിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. സത്യം പറഞ്ഞ ഈപ്പനെ അറിയിക്കാതെ കാര്യം നടത്തണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഈ മാനേജർ അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇവര് തന്നെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. വന്നത് ഒറിജിനൽ സാമുവലാണോന്ന് അവർക്കൊരു സംശയം. ഇപ്പൊ സംശയം മാറിയേ. എന്നാ നിങ്ങളൊന്നും അങ്ങോട്ട് പോയാട്ടെ, ഞങ്ങൾക്കൊരല്പം സംസാരിക്കാനുണ്ട്. അവിടെ നിൽക്കടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനിതെങ്ങോട്ട് പോവുകയാണോ? എത്ര നാളായടോ ഒന്ന് അടുത്ത് കണ്ടിട്ട്? എന്നെ ഒറ്റയാ തന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. എങ്ങനെ? സാമുവൽ ജോൺ തന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിളിച്ചു പോവും. 40 കൊല്ലത്തെ ഫോർജറിക്ക് മിനിമം 10 കൊല്ലം താനകത്ത. അതോ ഇവന്മാരെല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള കള്ളക്കളിയാണോ? ഇവർക്കൊന്നും അറിയില്ല. പറയണോ? വേണ്ട. ഇതെന്നതാ? അത് ടോർച്ചാട്ടാ. ഇത് ഞാനന്ന് പ്രസന്റ് ചെയ്ത തോക്കല്ലയോ തന്റെ ഷഷ്ടി പൂർത്തിക്ക്? ഡാർലിംഗ്, സീ ദിസ് ഗൺ. അല്ല, നിങ്ങൾ പോയില്ലയോ? സംശയമൊക്കെ തീർന്നു? അതോ തീർന്നില്ലയോ? ഈ കണ്ടീഷനിൽ ഇനി എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഗുഡ്, വേഗം ചെല്ല്. എന്നിട്ട് ആ പണം റെഡിയാക്ക്. ഞങ്ങൾക്ക് ഒരല്പം ധൃതിയുണ്ട്. നായിന്റെ മോനെ അല്ല, അറക്കളം പീലിയുടെ കൊച്ചുമോൻ, അറക്കളം ബേബി. എനിക്ക് തന്നോട് പഴയ കണക്ക് തീർക്കാനുണ്ട്.
ഇതൊരു സാമ്പിൾ വെടിക്കട്ടാ എന്റെ പീലിച്ചായനെ കൊന്നതിന്. ബാക്കിയുള്ള ദൈവം തന്നോളൂ. ഈപ്പച്ച, എനിക്ക് തന്നെ മേല് നോക്കണമെന്നില്ല. പക്ഷേ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ പരമ്പര ഞാൻ കുളം തോണ്ടും. തെണ്ടി തിന്നാനുള്ള ആരോഗ്യം വിട്ടുതരും അപ്പനും മക്കൾക്കും. അത്ര മാത്രം. അനുസരിക്കുക. ഞാൻ പറയുന്നത് അക്ഷരം വിടാതെ അനുസരിക്കുക. അല്ലെങ്കിൽ മരിക്കുക ഓരോരുത്തരായി. അനുസരിക്കുന്നതല്ലേ എനിക്ക് നല്ലത്. തീർച്ചയായിട്ടും. ഹലോ, ഞാനാ ദീപു. ഓക്കെ 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 ഓക്കെ. ആരാടാ? ബേബി ചേനാ, അകത്തേക്ക് ചെല്ലാൻ. ബാലു, ആ ഇവരാരാ? ഇത് നമ്മുടെ പിള്ളേരാ. പിള്ളാരെന്ന് പറയുമ്പോ പരിമല കെട്ടിച്ച മൂത്ത പെങ്ങടെ മൂത്ത മകന്റെ മക്കളാ. ആ കുടുംബത്തിൽ കംപ്ലീറ്റ് അരട്ടകളാ. കണ്ടില്ലേ, മൂന്നെത്തിയിരിക്കുന്നത്. പെങ്ങളെ താൻ അറിയും. ഉവ്വ്, എല്ലാവരും ഞാൻ അറിയും. ഇനി ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. അത് നീ ചുമ്മാ പറയുന്നു. എന്നാലും നീ മറക്കും. എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു. ആയുധങ്ങളാ? ആ, പിള്ളാരെ കയ്യിൽ ഇതുപോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടേ. രൂപ 1 2 അല്ല. നേരാ, കാലം വല്ലാത്തതാ. തോക്കുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനം. കൊള്ളാവുന്ന തസ്കരന്മാര് വന്നാ തോക്കാവന്മാര് കൊണ്ടുപോകും. Come on children, take the bags. We are moving. Thank you for everything. വീണ്ടും കാണാം. ഈപ്പച്ച, താനും പാടൂ. ഞാൻ എന്തിനാ വരണേ? എനിക്ക് പിന്നെ ഇവിടെ എന്താ കാര്യം? ഇന്ന് എന്നെ കൊണ്ടോണോ ഇത് മുഴുവനും? താൻ പാടൂ. എവിടേക്ക്? സിനിമ കാണാൻ. ഇതേ തിരികെ എടുത്ത് ഫയർ ചെയ്യാൻ എനിക്ക് 1.5 സെക്കൻഡ് മതി. ഐ എം എ ട്രെയിൻഡ് ക്രിമിനൽ. ഇപ്പ നിനക്ക് വെള്ളമറ്റോ കുടിക്കണോ? വേണ്ട. വേണ്ടേ? അപ്പൊ നിങ്ങൾ വിട്ടോ. നമ്മളെങ്ങോട്ടാ? തന്റെ കോർപ്പറേറ്റ് ഓഫീസിലോട്ട്. അതാ സക്കീർ അല്ലേ? അതെ. അപ്പൊ എന്നെ തൊലയ്ക്കാൻ തന്നെ പരിപാടിയില്ലേ? പിന്നല്ലാതെ. ബാക്കിൽ വണ്ടിയിലുണ്ട്. നേരം കുറെ ആയാലോടാ ഇത്. ഇട മണി 12:30 സക്കീറിനെ കാണുന്നില്ല, അവൻ്റെ അപ്പനെയും കാണുന്നില്ല. പീറ്റപ്പാ, എനിക്ക് 2 അടിക്കണം. ഇടാ, എൻ്റെ കൈ വിറക്കി നിന്ന്. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു 15 മിനിറ്റ് കൂടെ നോക്കും. എന്നിട്ടും വന്നില്ലെങ്കിൽ വരണവരെ നോക്കും. Yes, here comes Sakir. എടാ, ഒപ്പെങ്കിൽ ഒപ്പ്. എന്ത് കോപ്പാണെങ്കിലും ഇവൻ വന്ന ഉടനെ പെട്ടെന്ന് പണി തീർത്തേക്കണം. ചുമ്മാ കാണാ ഗുണ ബോംബെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കരുത്. Hi, good morning, friends. ഗുഡ് മോർണിംഗ്. Yeah, good morning with the late fee. Good morning. Please. Thank you. Late ആയത് സത്യം പറഞ്ഞ എൻ്റെ കുഴപ്പം കൊണ്ടല്ല. It's because of your father. My father? Yeah, അതല്ലേ തമാശ. ഞാനും എൻ്റെ ഫാദറും കൂടി ബാങ്കിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഫാദർ അവിടെ നിൽക്കുന്നു. ഏത് ബാങ്കില്? ഓറിയന്റൽ സെൻട്രൽ ബാങ്ക്. അവിടെ എത്തിയപ്പോഴല്ലേ തമാശ. ഈപ്പൻ സാറും എൻ്റെ ഫാദറും തിക് ഫ്രണ്ട്സ്. പഴയ ബോംബെ കണക്ഷൻസ്. എന്നിട്ട് അവരെവിടെ? അവരെപ്പോഴേ പോന്നു. ഈപ്പൻ സാറിൻ്റെ റൂമിൽ കാണും. ചിരിച്ചത് മതി. വലിയ ബലം കൊടുക്കണ്ട. പ്ലസന്റ് ആയിട്ട് ഞാൻ പറയുന്ന കേട്ടാ മതി. പാവം പീറ്റർ. അവൻ അറിയുന്നുണ്ടോ അവന്റെ മുമ്പിൽ ഇരിക്കുന്ന സാക്രറി ആരാണെന്ന്? അവൻ അണ്ടർവേൾഡ് അല്ല, ബാഹർ വേൾഡ്. ബോംബെയിൽ ഹൈ സ്റ്റേക്കിന് കളി കളിക്കുന്ന 5 സ്റ്റാർ വാടകയുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന സൂട്ട് കേസ് ശ്രദ്ധിച്ചോ? അതിൽ പണമല്ല,
ഇതുപോലുള്ള 4 കോർപ്പറേറ്റ് ഓഫീസുകളെ ഒന്നിച്ച് തകർക്കാൻ ശക്തിയുള്ള ബോംബ ജെലാറ്റിൻ സ്റ്റിക്സ്. ഒരു ചെറിയ മോട്ടിവേഷൻ മതി. ഡേം. ഡേം. അറക്കളമ്പീലിയുടെ കൊച്ചുവും പക്ഷേ വാക്ക് തെറ്റിക്കല. ജീവൻ വിട്ടു ഒരു അപ്പനും മക്കൾക്കും, ജീവൻ മാത്രം. ഫാക്ടറി ഇതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് വിട്ടുകൊടുക്കണം. കൊല്ലങ്കോട്ടുള്ള ആ നെയ്ത്തുകാലത്ത് ആ മറന്നു കാണും. ഈപ്പച്ച, ഈ കാലചക്രത്തിന്റെ റൊട്ടേഷൻ പാറ്റേൺ ഒന്ന് വേറെ തന്നെയാണ്. അതിപ്പോ ആ നെയ്ത്തുകാർക്ക് അനുകൂലമായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനോ താനോ വിചാരിച്ച അത് പിടിച്ചു നിർത്താൻ ഒക്കുകയല്ല. വേണമെങ്കിൽ ലേശം സ്പീഡ് കൂട്ടിവിടാം. അതുകൊണ്ട് താൻ ആ ഇന്റർകോം എടുത്ത് പീറ്ററിനെ ഒന്ന് വിളിക്കും. ഒരു ചെറിയ നാടകം കളിക്കാനുണ്ട്. ക്ലൈമാക്സ് ലീഡാ, ചെല്ല്. ഫോൺ. എന്താപ്പാ? ആ ആ ആ ആ ശരി. പിന്നെപ്പാ, നീ ആ ഫാക്ടറിയുടെ സെയിൽ ഡീഡ് ഇങ്ങോട്ട് ഇട്. നമ്മൾ 3 പേരും ഇവിടെ ഒപ്പിട്ടേച്ച് ഇത് അങ്ങോട്ട് കൊണ്ടുചെല്ല. അപ്പൻ അവിടെ ഒപ്പിട്ടോളാവും. ഈ വയസ്സന്മാരുടെ ഓരോരോ നിർബന്ധങ്ങളെ. മൂപ്പര ഒപ്പിട്ടാലേ ഇത് രേഖയാകൂ. മൂപ്പരാണല്ലോ മാനേജിങ് ഡയറക്ടർ. ഇനിയിപ്പോ ഏതായാലും ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി അപ്പൻ്റെ കൈ കൊടുത്തിട്ട് വരാം. നേരെ അപ്പന്റെ റൂമിലേക്ക് പോകാവുള്ളേ. ഇടക്കേറി വീശി നാറ്റിക്കരുത്. ഡാടാ, അധികം വേണ്ട, ഒരു മയത്തിന്. നല്ല പാർട്ടിയാ. കക്ഷി നല്ല കീറല്ലേ? കൊള്ളാം. ഇവിടെയുള്ള സകല ബാത്റൂമിലും പുള്ളിക്കാരൻ സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏടോ, താൻ എന്നതായി കാണിക്കുന്നത്? അവന്മാരവിടെ നോക്കുമ്പോൾ താൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്ഞ്ഞോണ്ടിരിക്കുന്നു. ഇതൊരുമാതിരി പന്നിയലി കപ്പച്ചോട് മാറുന്ന മാതിരി. ഓ, എന്തൊരു മനുഷ്യൻ! ഇവിടെ എന്ത് സ്റ്റൈലായി ഇറങ്ങിപ്പോയ ആളാ. വിത്തിൻ 2 minutes ഹീസ് ഔട്ട്. മനുഷ്യന്റെ കാര്യം അത്രേ ഉള്ളൂ. കുടുംബത്തെ നാറ്റിക്കാനുണ്ടായ അലവലാതി. ഉയ്യോ, എന്നാ മണവാടോ! തന്റെ ചെറുക്കൻ മഹാ വെള്ളമാണല്ലേ. അത് കൊള്ളാവുന്ന വല്ലതുമാണോ വലിച്ചു കയറ്റിരിക്കുന്നത്? കൊട്ടുപടിയല്ലേ? അതെങ്ങനാ തന്റെ അല്ലേ മകൻ? അതൊക്കെ പോട്ടെ. താനേ ദാ ഇതേലും ഒപ്പിട്ടെ. ഒപ്പിട്. കൊള്ളാം. സോ ഫാർ സോ ഗുഡ്. താങ്ക്സ്. ഇനി പീറ്ററിനെ ഒന്നുകൂടെ വിളിക്കുക. സക്കീറിനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഒറ്റയ്ക്ക്. അപ്പാ, അവന്റെ പെട്ടിൽ കാശ് എത്രയുണ്ട്? 3 ഉണ്ടെന്നാ പറഞ്ഞേ. എന്നാ ആകെ അത്രേ ഉള്ളൂ. അവന്റെ അപ്പന്റെ കയ്യിൽ കാലണിയില്ല. പഴയ ബന്ധം പറഞ്ഞ് എന്നോട് കടം പറയാൻ വന്നതാ. നീ ആ ചെറുക്കനെ ഇങ്ങോട്ട് പറഞ്ഞയക്കി ഒറ്റയ്ക്ക്. ഞാൻ നല്ല വാക്ക് പറഞ്ഞ് ഇവന്മാരെ ഒഴിവാക്കിക്കോളാം. ശരിയപ്പാ. മിസ്റ്റർ സക്കീർ അലി, Yes. നിങ്ങളോട് അപ്പന്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ ഗായ്സ്. അപ്പാ, ഫോൺ എവിടെ? ഓക്കെ. എടാ പീറ്ററെ, ജോണി ഓടി വാടാ. എടാ, ഉമാരൊക്കെ ചതിയന്മാരാ. സക്കീറും അവന്റെ അപ്പനും എല്ലാം ചതിയന്മാരാ. എടാ, നമ്മുടെ അപ്പനെ ഉമാര് തോക്കിന്റെ മുനയിൽ നിർത്തിയിരിക്കുക.